നമസ്കാരം. അപ്പോൾ ശോഭന പ്ലസ് ലാലേട്ടൻ തുടരും എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിൻ്റെ റിവ്യൂവിന് വേണ്ടി വനിതാ തിയേറ്ററിലാണ് എത്തിയിരിക്കുന്നത്. കേരളം കണി കണ്ടുണരുന്ന നന്മ എന്ന് പറയുന്ന നമ്മുടെ മിൽമ ചിത്രത്തോട് സഹകരിക്കാൻ മിൽമയുടെ ഒരു ടീം തന്നെ ഇവിടെ എത്തിയിരുന്നു. നമുക്ക് ഇന്ന് കാണാം. റിവ്യൂവിന് ശേഷം വീണ്ടും തിരികെ വരാം. പ്രേക്ഷകർ എന്ന നിലയിൽ കേരളം കണി കണ്ടുണരുന്ന നന്മ മിൽമ അതിനെക്കുറിച്ച് നമ്മൾ ചായ കൊടുത്തിട്ടുണ്ട്. നമുക്ക് തുടരുന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് പ്രേക്ഷകർക്കായിട്ട് എന്താ പറയാനുള്ളത്? ചായ കഴിച്ചായിരുന്നു? കുടിച്ചായിരുന്നു. ഒരു പുതിയൊരു നീക്കം, കുഴപ്പമില്ല. കാണുന്ന വരുന്നവരെ ഒരു ഉണർവും ഉന്മേഷം തന്ന ഒരു നീക്കമാണ് നടത്തിയിരിക്കുന്നത്. കുഴപ്പമില്ല കേട്ടോ. മോഹൻലാൽ ഷോ സൂപ്പർ. നല്ല പടം. ഇതാണ് ശോഭന പ്ലസ് ലാലേട്ടൻ അടിപൊളിയാണ്. ഫുൾ എന്റർടൈൻമെന്റ് ആണ്. എല്ലാം കൊണ്ട് അടിപൊളിയാണ്. ഫാമിലി മോഹൻലാൽ ഒന്നും പറയല്ല. എന്താ അവസാനം മോഹൻലാലിന്റെ ഒരു സാധനം ഉണ്ട്, തുടരും. മോഹൻലാൽ തുടരൂന്ന് എഴുതി കാണിക്കുക. അത് കാണണം. അതാണ് കാണുന്നത്. അടിപൊളിയായിരുന്നു. ശോഭനയൊക്കെ അഭിനയം കാണണം. ഒരു തമിഴ് ക്യാരക്ടറാണ് ചെയ്തേക്കണത്. പക്ഷെ ആ തമിഴ് ക്യാരക്ടറിനെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സൗണ്ട് ലാംഗ്വേജ് ഒക്കെ അടിപൊളിയാണ്. ഒന്നുമില്ല, അടിപൊളി സിനിമ. ഉറപ്പായിട്ടും മോഹൻലാൽ തിരിച്ചു വന്ന്, അത്രേ ഉള്ളൂ. നല്ല സിനിമ, എല്ലാം കൊണ്ടും ആർക്കും നമുക്ക് ഇത് ചെയ്യാവുന്ന ഒരു സിനിമയാണ്. എല്ലാം ഫ്രെയിം ബൈ ഫ്രെയിം എല്ലാം നല്ലതാണ്. പഴയ മോഹൻലാലിനെ നമുക്ക് തിരിച്ചു കിട്ടി. എന്ന് വെച്ചാൽ ഒരു ഫാമിലി കം എന്റർടൈൻമെന്റ്. സങ്കടം നമുക്ക് കിടക്കണമെന്ന് മാത്രം, ഫാമിലിയാണ്. നെഞ്ചത്തൊരു സങ്കടം കിടക്കണമെന്ന് മാത്രം. എല്ലാവരും ഈച്ച് ആൻഡ് എവ്രി വൺ എല്ലാവരും അസലായിട്ടുണ്ട്, നന്നായിട്ട്. ഫാമിലിക്ക് ധൈര്യമായിട്ട് വന്ന് കാണാം. ശോഭനയും മോഹൻലാലിന്റെയും ആ ഒരു ഇത് നമുക്ക് തിരിച്ചു കിട്ടി. അതാണ് പറയുന്നത്. ശരിക്കൊരു തിരിച്ചുവരവ്. സത്യമണ്ണൻ ക്ലൈമാക്സ് പടം ഒറ്റ വാക്കി പറഞ്ഞാൽ സൂപ്പർ. അതിലുപരി അതിൻ്റെ താഴെ ഒന്നും പറയാനില്ല. കാരണം ഫസ്റ്റ് ഹാഫ് നല്ലൊരു ഫാമിലി ഒരു കോമഡിക്ക് ആ എലമെൻറ്റ്സ് കൊണ്ടുപോയി. ഇന്റർവെൽ സിനിമയുടെ ട്രാക്ക് മാറി. പിന്നെ സെക്കൻഡ് ഹാഫ് ഭയങ്കര ടെൻഷൻ അടിച്ച് കണ്ടിരിക്കാൻ. പിന്നെ എൻഗേജിങ്. എൻ്റെ ഫൈറ്റൊക്കെ പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കൈയടിക്കാൻ പറ്റിയ നല്ല അന്യായ എക്സ്പീരിയൻസ് തന്നെ. അതുപോലെ ക്ലൈമാക്സ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നെഞ്ചുരുക്കി കരയേണ്ട അവസ്ഥയായിരുന്നു. ഭയങ്കര ഇമോഷണൽ ആയി. ലാലേട്ടനും ശോഭനയും തിരിച്ചു വന്നിരിക്കുകയാണ്. അതെ, അവർ തമ്മിലുള്ള കോമ്പോ നന്നായി സ്ക്രീനിൽ നന്നായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും പടം പൊളിയാണ്. അടിപൊളി, പക്ക ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന പടം തന്നെയാണ്. എന്നാൽ കുറച്ച് സസ്പെൻസ് അല്ല, അത് പോയി കണ്ടു നോക്ക്. അത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, ഇതാ കണ്ടിട്ട് ആരും ഇതിനെ മനഃപൂർവ്വം സ്പോയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. കാരണം ഇത് അത്രയും എമ്പുരാന സിനിമയെക്കാളും കൂടുതൽ നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന പടമായിരിക്കും. കാരണം ഇതെന്ന് വെച്ചാൽ ഇതിന് ഹൈപ്പ് കുറവാണ്. ആ ഹൈപ്പ് തന്നെയാണ് സിനിമയെ 100% നീതി പുലർത്തി കാണിച്ചു. നല്ല പടം, ഫുൾ എന്റർടൈൻമെന്റ് ആണ്. അതെ. ഫാമിലിക്ക് കൊടുക്കാൻ നല്ലൊരു ചിത്രം. അതെ. ലാലേട്ടന്റെ ശോഭനയുടെ അഭിനയം വീണ്ടും തിരിച്ചു വന്നു. ഒരുമിച്ചുള്ള ഒരു തിരിച്ചു വന്നു. എന്തായാലും നല്ലൊരു ചിത്രം അല്ലേ?